സിദ്ധു സുടു തണ്ണി. താങ്ക് യു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണേ? എടാ കഴിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോട്ടാ. എനിക്ക് വേണ്ട, രാവിലെ തൊട്ട് അളയും കഴിക്കാതിരിക്കല്ലേ. അളയും കഴിച്ചു. അളയോ അളയും കുഴിപ്പുളത്തോട്ടെന്തോ പോണെന്ന് പറഞ്ഞില്ലായിരുന്നോ? സത്യമാണോ? ഞാൻ എന്തിനാടാ എന്റെ വീട്ടിലേക്ക് പോകുന്നത് കള്ളം പറയുന്നേ? നീ പോയിട്ട് 2 നാளைக்கு അപ്പുറം തിരുമ്പി വരുവല്ലേ? ആന്റി, ഞാനും ലച്ചൂസും കൂടെ കുഴിപ്പുളത്ത് ഒരു 5-6 ദിവസം അടുപ്പിച്ച് താമസിച്ചു കഴിഞ്ഞുണ്ടല്ലോ, എന്റെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, പാറയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേടാ. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കറിയാം നമ്മളെല്ലാരും ഇവിടെ ഒരുമിച്ചുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ. അവർക്കേ ഇവിടത്തെ സന്തോഷം വരുന്നത്. ഞാൻ എന്തിനല്ലേ ഇതൊക്കെ പറയുന്നേ? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മോനെ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മോന് ബുദ്ധിമുട്ട് തോന്നിയോ? ഇവിടെ ആരെങ്കിലും മോനോട് എന്തെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടാണോ മോൻ കുഴിപ്പുളത്തോട്ട് പോന്നേ? இது பாரு சித்து, கேஸ் வந்து ஏதாவது சொன்னேன்னு வச்சுக்கோ, அவன் மனசுல வச்சுட்டெல்லாம் சொல்ல மாட்டான். தப்பி தவறி அப்படியே வாயில விழுந்தது சொல்லுவான். டே கேசு, முதல்ல சொல்லுடா, நீ ஏதாவது சித்து சொன்னியா? ഞാൻ എന്തിനാ പറഞ്ഞു നയിച്ചു പോകാൻ വേണ്ടി അവിടുന്ന്? അളയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ? சொன்னேன்னு வச்சுக்கோ, நீ மன்னிப்பு கேளுடா. ഉമ്മ, അതുപോലെ ദുബായിലായിരുന്ന സമയത്ത് കമ്പനിയോട് ഞാൻ കുറെ തവണ ലീവ് ചോദിക്കും. ലീവ് തരാതെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നാലും ഒരുപാട് തവണ ആലോചിച്ചതാണ്. പിന്നെ ഒരു വിധത്തിൽ കടിച്ച് പീഡിച്ച് അവിടെ തൂങ്ങി നിന്നതാ. എന്തിനു വേണ്ടിയിട്ടാ? കല്ലൂനും ലച്ചുവിനും നാളെ നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി. ഒരു പരിധിയൊക്കെ കഴിഞ്ഞപ്പം മെന്റൽ പ്രഷറൊക്കെ കൂടി ലച്ചൂസിനെയും കല്ലൂരിനെയൊക്കെ കാണാണ്ടേ വല്ലാണ്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോയിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്ക് അറിയാമല്ലോ, ഞാനിവിടെ വാങ്ങിയിരിക്കുന്ന സ്ഥലം ലച്ചുവിന്റെയും എന്റെയും പേരിലാണ്. അതുപോലെ കല്ലൂന്റെയും ലച്ചുവിന്റെയും പേരിൽ നല്ലൊരു എമൗണ്ട് ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുഴിപ്പുളത്തെ വീടും സ്വത്തും ഒക്കെ കാലശേഷം എനിക്കുള്ളതാണ്. അല്ല മോനെ, അതൊക്കെ ഇപ്പം ഇവിടെ പറയാൻ കാര്യം? അമ്മൂമ്മ, ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന നിപ്പിലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും ലച്ചുവിനെ നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടും. മോനെ എടാ പറയട്ടാ, ഇവിടെ വന്ന ശേഷമേ ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രീ ആയി എന്നുള്ളത് നേരാ. പിന്നെ എടുത്ത ചാടി ബിസിനസ് ഒന്നും ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവാസി അനുഭവിക്കുന്ന കുത്തുവാക്കുണ്ടല്ലോ, അത് ഞാനും അനുഭവിച്ചു. എന്റെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കമ്പനി ഇന്റർവ്യൂവിന് പോയപ്പം അവിടെ നിന്നും കിട്ടി കുത്തുവാക്ക്. പിന്നെ ഒരു കാര്യം അമ്മൂമ്മ ഞാൻ ഉറപ്പ് തരാം, ലച്ചുവിനെയും കല്ലൂനെയും ഞാൻ പൊന്നു പോലെ നോക്കി. അതിന്റെ വാക്കാ. അത് ഞങ്ങൾക്കറിയാം മോനെ. പക്ഷെ മോനിപ്പോ ഈ അന്യരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഉമ്മ, അങ്ങനൊന്നും ഇല്ല. ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തർ ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. അളിയാ, രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരുന്നത് അളിയൻ വല്ലതും കേട്ടായിരുന്നോ? അതുകൊണ്ടാണോ അളിയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അളിയാ, മനസ്സാവാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യമാണ്. ഞാൻ അളിയനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ മൊത്തം അമ്മൂമ്മയാണ്. എടാ, നീ അല്ലയോ എന്നോട് പറഞ്ഞത് സിദ്ധു ജോലിക്കെന്നും പറഞ്ഞോണ്ട് എങ്ങാണ്ടോട്ട് ഇറങ്ങിപ്പോയെന്ന്? അമ്മൂമ്മയല്ലേ പറഞ്ഞത് ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ട് ഉള്ള സ്ഥലം കൂടെ വിറ്റളയെന്ന്? കനകം, ഞാൻ അങ്ങനെ പറഞ്ഞോ? அது மட்டும் இல்லம்மா, நீங்க வேறையும் சொன்னீங்கம்மா. അതെ, എനിക്ക് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ള കാര്യങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി ചർച്ച വേണ്ട. മോനെ, ഞാനേ ലച്ചുവിന്റെയും കല്ലൂന്റെയും കാര്യം മാത്രം ഓർത്തല്ല പറഞ്ഞത്, മക്കളുടെ കാര്യം കൂടെ ഓർത്ത് പറഞ്ഞതാ. എൻ്റെ കാലം കഴിഞ്ഞാലും ഇവിടെ ഒരു നാഥനായിട്ട് മോൻ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മക്കള് ഞങ്ങളുടെ മുത്തല്ലേടാ. പിന്നെ അമ്മുമ്മയുടെ നാക്ക് മോൻ അറിയാമല്ലോ, എന്താ പറയേണ്ടതെന്ന് ചിലപ്പം വെളിവില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോനത് വിഷമമായിട്ടുണ്ടെങ്കിൽ മക്കൾ എന്നോടങ്ങ് ക്ഷമിക്ക്. മക്കൾ പോവല്ലേടാ.